നമ്മളൊരു സിമ്പിളായിട്ട് പെട്ടെന്ന് വരച്ച് തീർക്കാനൊക്കെയുള്ള വർക്കുകൾ വരുമ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള വര വരയ്ക്കാൻ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മിക്സിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുള്ളതാണ്. നമ്മൾ വരയ്ക്കുമ്പോൾ ഇതുപോലെ കട്ടിയിൽ വരച്ച് വയ്ക്കുക. കുറച്ച് പെയിൻറ്റ് അധികം ലൂസാവാത്ത രീതിയിൽ നല്ല ടൈറ്റിൽ തന്നെ സാറ്റിൻ പെയിൻറ്റ് കൊണ്ട് വരയ്ക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണിത്. ഇത് നിങ്ങൾ ഗ്ലോസിയിൽ ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല. നമ്മൾ ആ ഒരു തിക്കൻസിൽ വരച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് നമ്മളൊരു ബ്രഷ് കൊണ്ട് വാഷ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല എല്ലാ ഭാഗത്തോട്ടും അതിൻ്റെ കളറ് പരന്ന് നല്ല വീതിയിലുള്ള ഡിസൈനുകളായിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു ഏരിയ ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ സാധാരണ ചെറിയ ബ്രഷ് കൊണ്ട് ഇങ്ങനെ ഓരോ വരകൾ വരയ്ക്കുമ്പോൾ ആ വരയ്ക്ക് വണ്ണം കുറവായിരിക്കും. പക്ഷെ അത് കുറേ വരയ്ക്കുമ്പോഴായിരിക്കും അതിൻ്റെ ആ ഒരു ഏരിയ ഒക്കെ കവറായിട്ട് ആ ബ്ലാങ്ക് കളറുകളൊക്കെ ഫില്ലായിട്ട് കിട്ടുക. അതല്ലെങ്കിൽ അതിനിടയിലൊക്കെ ആ മഞ്ഞ കളറ് ബേസ് കളർ ഇങ്ങനെ കൂടുതലായിട്ട് എടുത്ത് കാണിക്കും. അപ്പോൾ അതൊരു വൃത്തികേടാണ് സാധാരണ വരയ്ക്ക് വരാറ്. അപ്പോൾ അതില്ലാതെ വരയ്ക്കുമ്പോൾ നമുക്ക് അത്രയും സമയമെടുത്ത് പതുക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് കട്ടിയിൽ അടിച്ചിടുകയാണെങ്കിൽ അത് വലിയ ബ്രഷ് കൊണ്ടൊക്കെ അടിച്ചിടാം. അപ്പോൾ നമുക്ക് വലിയ ഏരിയ ഒരു തൂണോ അതല്ലെങ്കിൽ ഒരു ആർച്ചൊക്കെ ആണെങ്കിലൊക്കെ അതിൻ്റെ വർക്കൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കലക്കി അടിച്ച് ഇതുപോലെയുള്ള വലിയ ഡിസൈൻ കൊടുത്തിട്ട് പെട്ടെന്ന് ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റും. അതൊരു ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാരണം അതിൻ്റെ ഇടയിൽ നിന്ന് ആ ബേസ് കളറോ കാര്യങ്ങളോ ഒന്നും പുറത്തോട്ട് കാണില്ല. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം സാറ്റിൻ പെയിൻറ്റ് വേണം ഇതിന് യൂസ് ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ ഓയിൽ പ്രൈമർ പോലെയുള്ള മിക്സ് നമ്മൾ മുൻപ് കാണിച്ചു തന്നത്. ഗ്ലോസി പെയിൻറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്.